ആ കാണുന്ന ആൽമരമാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന സ്പോട്ട്. ആ കാണുന്നത് കണ്ടോ? കാണുന്ന ആൽമരം. അതെ, ആ കാണുന്നത് അതാണ് ലൂപ്പ് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പാണ്, ഇതെല്ലാവരും കൈക്കൊള്ളണം. ഈ വീഡിയോ കണ്ട് ആരും ഇത് അന്വേഷിച്ച് ഇവിടേക്ക് എങ്ങോട്ടും വരരുത്. ഇത് നിങ്ങൾക്ക് അപകടം നിറഞ്ഞ വളരെ അപകടകരമായൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിൽ ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്കോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്ന അല്ലാത്ത പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിനി കാണാൻ പോകുന്ന കാഴ്ച അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്, അതോടൊപ്പം തന്നെ ക്യൂരിയോസിറ്റി തോന്നുന്നതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള ആയക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഇവിടെ ഈ ഒരു പാടമുണ്ട്. പാടത്തിന് അപ്പുറത്തായിട്ട് ഒരു ആൽമരവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിശ്വാസങ്ങളും ഉണ്ട്. അത് പലവരും അനുഭവിച്ചറിഞ്ഞ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. അവിടെ ഒരു ആത്മാവ് പ്രേതവും അതൊരു ആത്മാവ് ഒരു ആത്മാവായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളവിടെ പോവുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ആളുകൾക്ക് എങ്ങനെയുണ്ടായി, അവിടെയുള്ള ആളുകളുടെ അനുഭവം എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. ഇത് അദ്ദേഹത്തിന്റെ പേര് പ്രണിൽ എന്നാണ് പേര്. ഇവിടുത്തെ സ്വദേശിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഇദ്ദേഹത്തിന്റെ മുൻ തലമുറകളൊക്കെ ഇത് വിശ്വസിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഫോളോ മീ. ഇവിടുത്തെ ഒരു വിശ്വാസം എന്താണ്? ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ പണ്ടുകാലങ്ങളിൽ ബ്രാഹ്മണന്മാരുടെ ബോഡികൾ കത്തിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ആ ആത്മാവിന് ഇവിടെയുള്ളവർ ഇട്ടിരിക്കുന്ന പേര് ചെകിടം പട്ടർ എന്നാണ്. ചെകിടം പട്ടർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ആ ദുരാത്മാവ് എങ്ങനെയോ മക്കളുടെ സമ്മർദ്ദം മൂലവും കടവും മറ്റുള്ള കാര്യങ്ങൾ മൂലവും മൂപ്പർ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഇതിലെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം നടക്കാൻ തുടങ്ങി. എന്ത് സംഭവം വ്യക്തമായിട്ട് പറഞ്ഞേ. എന്താ സംഭവം? നമ്മള് രാത്രി കാലങ്ങളിൽ ഇതിലെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഷോർട്ട് കട്ടാണ്. കൊന്നഞ്ചേരിയിൽ നിന്നും നമ്മുടെ ചിറ അതേപോലെ തന്നെ ആറാംതൊടി എന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ്. എളുപ്പ വഴിയാണ് ഈ പാടം ക്രോസ് ചെയ്തത്. രാത്രി കാലങ്ങളിൽ ഇതിലെ ഒരു 8 മണിക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് അവിടെ മുന്നിൽ ഒരു നിഴൽ രൂപം പോലെ പ്രത്യക്ഷപ്പെടുകയും അവരെ ആ ആത്മാവ് അടിമപ്പെടുത്തി നേരം പുലരുന്നത് വരയ്ക്കും ഇവിടെ ഇങ്ങനെ ഈ പാടമേഖലകളിൽ തന്നെ വട്ടത്തിൽ എത്ര നടന്നാലും നമ്മൾക്ക് വീടോ റോഡോ എത്താൻ പറ്റാത്ത രീതിയിൽ ആള് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. സെയിം സംഭവം ഒരു സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നു. അതായത് സംഭവം എന്നാണ് സിനിമയുടെ പേര്. അധികം ഹിറ്റാവാത്തൊരു സിനിമയാണ്. ആ സിനിമയിൽ സെയിം സംഭവം. ഒരു ലൂപ്പ് ഹോളിലേക്ക് ആളുകൾ പോവുകയാണ്. ഒരു ലൊക്കേഷനിലേക്ക്, ആ സിനിമ ഉണ്ടായിരുന്നു, റിലീസ് ആയതാ. ഒരു ലൊക്കേഷനിലേക്ക് വരുന്നു. അതിലേക്ക് എൻട്രി ചെയ്താൽ പിന്നെ അവിടെ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. തിരിച്ച് എങ്ങനെ ഇറങ്ങാൻ നോക്കിയാലും കറങ്ങി തിരിഞ്ഞ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ വീണ്ടും വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. ഇത് സത്യസന്ധമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഭവം. ആളുകൾക്ക് അനുഭവം ഉണ്ടോ? ആളുകൾക്ക് ഒരുപാട് നമ്മുടെ ദേശത്തുള്ള ആൾക്കാർക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അത് വെച്ച് നടന്നു വരുന്ന ആൾക്കാര് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ട് രക്ഷപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയല്ല, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു മനസ്സിലാക്കാം. നീ എങ്ങനെ അങ്ങോട്ട് പോകുന്നേ? ഈ വഴിയോ? വഴിയില്ലേ? അതേ കയറാൻ പറ്റുമോ? എങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോട്ടെ? എങ്ങനെ ഇത് ഏരിയ പോവുക? ഇത് വഴിയില്ലെന്നേ. അപ്പൊ കറക്റ്റ് ലൂപ്പായി അവസാനിച്ച്. പിന്നല്ലാതെ നമ്മളും പെട്ട്. ഇത് അപ്പുറത്തോടെ ഇത്തിരി നടവഴിയില്ലെന്ന് തോന്നുന്നു. ഇത് ആ കാണുന്ന ആൽമരമാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന സ്പോട്ട്. ആ കാണുന്നത് കണ്ടോ? കാണുന്ന ആൽമരം. അതെ, ആ കാണുന്നത് അതാണ് ലൂപ്പല്ലേ? പോവാം. തിരിച്ച് നമുക്ക് ഇതുവഴി തന്നെ വരാൻ പറ്റുമോ? ഏതെങ്കിലൊക്കെ വരാം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ അപകടകരമായ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലെങ്ങും ആളുകൾ അങ്ങനെ പോവാറ് പോലുമില്ലാത്ത വഴിയാണ്. കുറേ വർഷങ്ങളായി തന്നെ ഈ വഴിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പുല്ലൊക്കെ പിടിച്ച് ആരും കൊണ്ട് പോകാറില്ല. പക്ഷെ നമ്മൾ കണ്ണും കൽപ്പിച്ച് പോവാണ്. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പ്രണൽ ബ്രോ ഉണ്ട്. അദ്ദേഹത്തിന് ഏകദേശം വഴി അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ മൈൻഡ് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ലൂപ്പ് ഹോൾ ഏകദേശം നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ എത്തി. പക്ഷെ പോകാനുള്ള വഴി നമുക്ക് തെറ്റിപ്പോയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം തന്നെ ഇവിടെയാണ്.
ഇവിടുന്ന് പോകാനായിട്ട് താഴോട്ടുള്ള വഴിയില്ല, വലിയ ഡേഞ്ചർ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പ്രണലെ ഓക്കെ ആണോ? ഓക്കെയാണ്, വന്നോളൂ. ഇനിയാണ് വളരെയേറെ എന്തും സംഭവിക്കാം. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാവരും കെയർഫുള്ളായിട്ട്, ഓടിയുള്ളവരെല്ലാവരും കെയർഫുള്ളായിട്ട് വരിക. ആൽമരത്തിന് ചുവട്ടിലെത്തും. പോകാൻ പറ്റുമോ നമുക്ക്? പോകണം, വരും. സൂക്ഷിച്ച് വീടല്ലേ? ഇതല്ല, വെള്ളമുണ്ട്, അതാണ് കുഴപ്പം. വെള്ളത്തിൽ പെടാതെ ഷൂട്ട് ചെയ്തോ. വാ വാ വാ, ഞാൻ വന്ന അതേപോലെ വന്നോ കേട്ടോ. റിസ്ക്കാണ്, വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏത് അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ബി കെയർഫുൾ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചെകിടം പറ്റര് എന്ന ദുരാത്മാവ് ഇത് ചെയ്യുന്ന ആൽവൃക്ഷം. ഇതിൻ്റെ ചുവട്ടിലാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ബ്രാഹ്മണന്മാർ ബോഡികൾ ദഹിപ്പിച്ചിരുന്നത്. ഇവിടെയാണ്. അതിൻ മൂലം ഇവിടെ ദഹന പ്രക്രിയയും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം ആ കാണുന്ന നമ്മൾ വന്നിരുന്ന സ്ഥലം ബ്രാഹ്മണന്മാരുടെ ഒരു സ്ഥലമാണ്. അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ. അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരാൾക്ക് കടവും ബാധ്യതയും കാരണം ഈ ആൽമരത്തിൽ വന്ന് തൂങ്ങി മരിച്ചാണ് ആ ആത്മാവ് ക്രിയേഷൻ ആകുന്നത്. അതാണ് ഇത്. ഇതിനോട് ചേർന്ന് അപ്പുറത്ത് പുഴ കൂടിയാണ്. പുഴ കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കാറ്. അങ്ങനെയാണ് ആത്മാവിന് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തെങ്ങും ഒരു വീടോ പരിസരമോ ഇല്ല, കൃഷി സ്ഥലങ്ങളാണ്. രാത്രി 6 മണിക്ക് ശേഷം ഇവിടെ എങ്ങും ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രസരണം കാരണമാണ് ഈ ആത്മാവിന് യഥേഷ്ടം ഇവിടെ ഇതിലെ സഞ്ചരിക്കുന്ന ആൾക്കാരെ വഴി തെറ്റിച്ച് ഇങ്ങനെ മനുഷ്യരെ പരിഭ്രാന്തിയിലാക്കുന്ന രീതിയിൽ നേരം പുലരുന്നവരെ ഒരു അവസരം അവർക്ക് തന്നത്. ഇതാണ് ആ ലൂപ്പ്. ഇതാണ് നമ്മുടെ ആ സംഭവം സിനിമയിൽ കണ്ട ലൂപ്പ് എന്ന കഥയുടെ ഒരു ബേസ് സംഭവമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു പകൽ പോലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകളും മറ്റുള്ളത്. കണ്ടോ? ഈ മരമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ചുറ്റും എന്നാ പറയുന്നത് അല്ലേ? അത് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല രാവിലെ ആവുന്നവരെ. ഇല്ല, ഈ പാടശേഖരത്തിനേ രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ആ സിനിമയിൽ ഏകദേശം 10 ഏക്കർ ആ സിനിമയിൽ തിയറി ഉണ്ട്. ആ ഒരു പ്രതിമയ്ക്ക് ചുറ്റും ഒരു ക്രൗവിന്റെ പ്രതിമയാണത്. അതിന് ചുറ്റി പോയാൽ പുറത്തേക്ക് കിടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ സാധ്യത, ഇവിടെ ഒരു സാധ്യതയില്ല. ആ മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വന്ന് ശക്തിയായി അടിച്ചാൽ മാത്രമേ ആ ആത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന് ഉണരൂ. അതുവരയ്ക്കും ആ ബന്ധനത്തിൽ അങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ടേ. അതാണ് ഇവിടുത്തെ പ്രിയപ്പെട്ടവരെ. ഇത് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശ്വാസമാണ്. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ മുൻ തലമുറകളൊക്കെ ഇങ്ങനെ ലൂപ്പിൽ പെട്ട് പോയിട്ടെന്നാണ് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് ആ വിഷ്വൽ ഫുൾ ഒന്ന് കാണാം. ഈ മരത്തിൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷവും ഒരു പേടിയൊക്കെ നമുക്ക് തോന്നുന്നൊരു ലൊക്കേഷനും ഒരു മരവുമാണ്. നമുക്കത് പറയാൻ കഴിയില്ല. എന്തായാലും അധികം ഇരുട്ടുന്നതിന് മുമ്പ്, അധികം സമയം ലേറ്റ് ആവുന്നതിന് നമുക്കൊന്ന് ഇവിടുന്ന് പോകാം അല്ലേ? ആ പുഴയാണോ അത്? അല്ല, ഇത് പാടമാണ്. ഇപ്പുറത്താണ് പുഴ. ആ കാണുന്നതാണ് പുഴ. നമുക്കത് അറിയാൻ കഴിയുന്നില്ല. കാട്ടുമൃഗങ്ങളൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. താണ്ട് ഒരു ഹോള്. പന്നി, മുള്ളം പന്നി എന്നിവയെല്ലാം. അതാണ് ഹോള്. കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന വഴിയാന്ന് തോന്നുന്നു. അതെ. നമ്മൾക്ക് അധിക നേരം ഇതിനടുത്ത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. അത് അത്രയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. നേരം ഇരുട്ടി തുടങ്ങി.
പലവിധ വിവിധതരം ശബ്ദങ്ങളെല്ലാം കേട്ടു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് പിൻവാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പാണ്, ഇതെല്ലാവരും കൈക്കൊള്ളണം. ഈ വീഡിയോ കണ്ട് ആരും ഇത് അന്വേഷിച്ച് ഇവിടേക്ക് എങ്ങോട്ടും വരരുത്. ഇത് നിങ്ങൾക്ക് അപകടം നിറഞ്ഞ വളരെ അപകടകരമായൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിൽ ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്കോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങോട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും വരരുത്. ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടുത്തുകാരനായതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് ഒരു എൻട്രൻസും കാര്യങ്ങളും ഇവർക്ക് കിട്ടിയത്. അതല്ലാതെ ബാക്കിയുള്ളവർ ഇവിടെ വരികയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്.